ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കുക. ഉരുളി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നൈസായിട്ട്, തീരെ നൈസായിട്ട് അരിഞ്ഞ സവോള നമുക്കതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവോള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആ സവോള അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. സവോള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അത് മൂത്തതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം തീ നന്നായിട്ട് കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അതിന് ശേഷം അതിലേക്ക് മഞ്ഞളിട്ടതിന് ശേഷം മുളക്, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിരിക്കുന്നത് എൻ്റെ ചിക്കൻ്റെ അളവനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് എല്ലാവരുടെയും അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അത് കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, തക്കോലം, കറുവപ്പട്ട, ജീരകം തുടങ്ങിയ സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസ് എല്ലാം അതിലിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പൊടിക്കാത്ത മസാല നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചിക്കന് കിട്ടണേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പൊടിക്കാത്ത മസാല ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആ റൈസ് സെപ്പറേറ്റ് വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്, അതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൂടി കൊണ്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ഈ ചിക്കൻ നല്ല നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള റൈസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ ഈ റൈസ് വേവിച്ചെടുത്തിരിക്കണേ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടി വേവിക്കുക. അതിനുശേഷം അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സവോളയും പിന്നെ അതുപോലെ തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി നമുക്ക് തൂവി കൊടുക്കാം കേട്ടോ. നെയ്യ് കൂടി ചേർത്ത് കഴിയുമ്പോഴേ ഇതിന് ബിരിയാണിയുടേതായ ഒരു സ്മെല്ല് വരത്തുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് കഴിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ.